5 നേരം കൃത്യമായി നിസ്കാരം പുലർത്തുന്ന, റമദാനിനെ ബഹുമാനിച്ച് സ്നേഹിച്ച് നോമ്പെടുക്കുന്ന, ഔറത്ത് അന്യ ആണുങ്ങൾക്ക് കാണിച്ച് കണ്ടോടാ എന്റെ മാദകത്വം തുളുമ്പുന്ന മേനി, ആസ്വദിച്ചോടാ എന്റെ മാദകത്വം തുളുമ്പുന്ന മേനി എന്ന ഭാവത്തിൽ അതാ പ്രദർശന വസ്തുവായി തലശ്ശേരിയിലൂടെ, വടകരയിലൂടെ, മാഹിയിലൂടെ പ്രദർശനം നടത്താതെ ഭർത്താവിന്റെ മുന്നിൽ മാത്രം ഒരു പെങ്ങൾ അല്ലാഹുവിനെ പേടിച്ചവളുടെ ശരീരം മറച്ചുവെച്ച് ജീവിച്ചാൽ ഫൽതദ്ഖുൽ ബിഅയ്യി അബ്വാബിൽ ജന്നത്തി സാദ്, ശുദ്ധമായ ദീന പഠിപ്പിക്കുകയാണ്. പൊന്നു പെങ്ങൾ ആഖിറത്തിൽ വരുമ്പോ, പരലോകത്ത് വരുമ്പോ മലക്കുകൾ പറയും ഫൽതദ്ഖുൽ ഫൽതദ്ഖുൽ, നിങ്ങൾ പ്രവേശിക്കുവീൻ ബിഅയ്യി അബ്വാബിൽ ജന്നത്തി സാദ്. മലക്കുകൾ പറയും പെങ്ങളെ, ഭർത്താവിനെ അനുസരിച്ച പൊന്നു പെങ്ങളെ, റമദാനെ ബഹുമാനിച്ച പൊന്നു പെങ്ങളെ, പള്ളിയുടെ മിനാരത്തിൽ നിന്നും ഹയ്യാലസ്വലാ, വിജയത്തിലേക്ക്, നിസ്കാരത്തിലേക്ക് വിളിച്ചപ്പോൾ 5 നേരം കൃത്യമായി നിസ്കാരം പുലർത്തിയ പൊന്നു പെങ്ങളെ, അന്യാണിന്റെ മുന്നിൽ നിങ്ങളുടെ ഔറത്ത് പരിപാലിച്ച പൊന്നു പെങ്ങളെ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാം. ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്ന നാളെ പാരത്രിക ലോകത്ത്, പരലോകത്ത് മലക്കുകൾ ആശീർവദിക്കുമെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കുള്ള സ്ഥാനം, അള്ളാഹുവിനെ സ്നേഹിച്ച് പടച്ചവനെ ഇഷ്ടപ്പെട്ട് അവന്റെ തൃപ്തിയിലായി, അവന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്നയാളിനെ അള്ളാഹു നാളെ പറയും, സഹോദരാ, നീ ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നോളൂ. പറയും, ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാം. എത്ര വലിയ പദവിയാണ് പടച്ചവൻ കൊടുക്കുന്നത്. ആർക്ക് കൊടുക്കുക പടച്ചവൻ? ആർക്ക് കൊടുക്കുക പടച്ചവൻ? ഭർത്താവിനെ ഇഷ്ടപ്പെട്ട്, ഭർത്താവിന്റെ പൊരുത്തം മേടിച്ച്, 5 നേരം നിസ്കരിച്ച്, റമദാനെ പാലിച്ച്, ഔറത്ത് പാലിച്ച് കഴിഞ്ഞൊരു പെണ്ണിനെ, പാറത്ത ഒരു പെണ്ണിനെ, മഹദിയായ അസ്മാ ബിൻത് യസീദുൽ അൻസാരിയ എന്ന പെങ്ങൾ മദീനയിൽ പുണ്യ നബിയുടെ പള്ളിയിൽ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നല്ലാഹു ബഅസക ഇല റിജാലി വന്നിസാ, നബിയേ, അങ്ങ് പുരുഷന്മാരിലേക്ക്, സ്ത്രീകളിലേക്ക്, വെറൈറ്റി ചോദ്യമാ, വ്യത്യസ്തമായ ചോദ്യം, വളരെ വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുക ഈ പെങ്ങള്. അങ്ങ് പുരുഷന്മാരിലേക്കും സ്ത്രീകളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകരല്ലയോ? അതെ, ഞാൻ പുരുഷന്മാരിലേക്കും സ്ത്രീകളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകൻ തന്നെയാണ്. അപ്പൊ അവിടുന്ന് ചോദിച്ചു, അതുകൊണ്ട് തന്നെ നബിയെ, അവിടുത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു, പിൻപറ്റുന്നു. ഞങ്ങൾ മുസ്ലിം പെണ്ണുങ്ങൾ മഖ്സൂറാത്തുൻ മഖ്ദൂറാത്തുൻ ഖവാഇദ ബുയൂത് ومواضع شهوات الرجال وحاملات أولادهم فإن الرجال فضلوا بالجماعات والجهاد وشهود الجنائز أفنشاركهم في الأجر يا رسول الله أفنشاركهم في الأجر يا رسول الله. ചോദിക്കുക, ഒരു പെങ്ങൾ മദീനയിൽ മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് പറയാ, ഞങ്ങൾ പെണ്ണുങ്ങൾ വീട്ടിന്റെ അകത്തളങ്ങളിൽ അന്തർജനങ്ങളായി, വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ അടങ്ങിയൊതുങ്ങി, ഭർത്താവിന്റെ മോഹനമായ ബാസുരമായ ലക്ഷ്യങ്ങളുടെ സഫലതകളുമായി അവരുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി താലോലം പാടി ഞങ്ങൾ വീട്ടിന്റെ അകത്തളങ്ങളിൽ അന്തർജനങ്ങളായി കഴിയുന്നു നബിയേ. ആ പുരുഷന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൽ